70ഓളം വരുന്ന ഇടങ്ങേറുകൾ നമ്മളിൽ നിന്നും തട്ടിമാറാൻ, 70ഓളം വരുന്ന ബലാഉകൾ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകാനുള്ള ഒരു എളുപ്പമാർഗം ഒരു കുഞ്ഞൻ ദിക്ർ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവർ പറയുകയാണ് ഏറ്റവും ചെറുത്, ഈ 70 ഇടങ്ങേറുകളിൽ ഏറ്റവും ചെറുത് ടെൻഷനാണ്, മനസ്സിലെ പ്രയാസമാണ് എന്ന്, മനപ്രയാസമാണ് എന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഏറ്റവും വലുതായ എല്ലാ പ്രയാസങ്ങളും എത്രയോ ഉണ്ട്. അതൊക്കെ തട്ടിമാറാൻ ഒരു കുഞ്ഞൻ ദിക്ർ ജീവിതത്തിൽ പതിവാക്കാൻ രാവിലെ 3 തവണ ഈ ഒരു ചെറിയ ദിക്ർ ചൊല്ലിയാൽ മതിയെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഏതാണ് ആ കുഞ്ഞൻ ദിക്ർ എന്ന് നമുക്ക് പഠിക്കാം. ഒരാഴ്ചക്കാലം മുടങ്ങാതെ ഈ ഉള്ള ദിക്റുകൾ, ഈ 7 ദിക്റുകൾ, ഓരോ ദിക്റും ഓരോ ദിവസം ചൊല്ലിയാൽ ആ വ്യക്തിയുടെ ആവശ്യത്തെ എന്താണോ അയാൾ കൽബിൽ കരുതിയത്, ഉദ്ദേശിച്ചത്, അത് റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹത്തുക്കൾ വിശദീകരിക്കുന്നു. ചൊല്ലാൻ എളുപ്പമുള്ള, നമുക്കൊക്കെ അറിയുന്ന, നമ്മളൊക്കെ ചൊല്ലി പരിചയമുള്ള മഹത്തായ കുറേ ദിക്റുകളുടെ ഒരു കൂട്ടം ഇൻഷാ അല്ലാഹ്. ഒരു 7 ദിക്റുകൾ 7 ദിവസം ചൊല്ലാൻ പറ്റിയത്, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ഇങ്ങനെ നമുക്ക് ഓരോ ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായ ദിക്റുകളുടെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ പറ്റിയ മഹത്തായ ഒരു ദിക്റുകളുടെ ഒരു കൂട്ടം ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വ മിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. നമുക്ക് വന്ന ഇടങ്ങേറുകൾ, ബലാവുകളൊക്കെ അല്ലാഹു തട്ടിമാറ്റി തരട്ടെ. അല്ലേ, 70ഓളം വരുന്ന ബലാവുകളെ തട്ടിമാറ്റാനുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ കടബാധ്യത നമുക്കൊരു ബലാ ആണ്, നമുക്ക് വീടില്ലായ്മ ഒരു ബലാ ആണ്, അതുപോലെ തന്നെ നമുക്കുള്ള ശത്രുക്കൾ നമുക്കുള്ള ബലാവുകളാണ്, നമുക്ക് ജോലിയില്ലായ്മ ബലാ ആണ്, സമ്പത്തില്ലായ്മ ബലാ ആണ്, അതുപോലെ നമുക്ക് അപകടങ്ങൾ സംഭവിക്കൽ നമുക്കുള്ള ബലാ ആണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അല്ലേ, ബലാഉകൾ ഒരുപാടെണ്ണമുണ്ട്, പല ഇനങ്ങളുണ്ട്. 70ഓളം വരുന്ന ബലാഉകളെ നമ്മുടെ ജീവിതത്തിൽ തട്ടിമാറ്റാൻ, ഒഴിവാക്കി കളയാനുള്ള മഹത്തായ ഒരു ദിക്ർ ഞാൻ പറഞ്ഞുതരാം. മഹാന്മാർ വിശദീകരിക്കുകയാണ്, അതിനാഹ, ആ ബലാഉകളുടെ കൂട്ടത്തിൽ, ഈ ഇടങ്ങേറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴെയുള്ളത്, അതായത് ഏറ്റവും ചെറുത്, ബാക്കിയൊക്കെ ഇതിനേക്കാൾ മേലെയാണ്, ഏറ്റവും ചെറുത് ഏതാ? അൽ ഹമ്മു, മനപ്രയാസമാണ്. മനപ്രയാസമാണ്, ടെൻഷനാണ് അതിൽ ഏറ്റവും ചെറുത്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ഇല്ല എങ്കിൽ അയാൾ രക്ഷപ്പെടും. അയാൾക്ക് കൽബിൽ, ഇപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്നത് പാതി ടെൻഷനിലാണ്. അല്ലേ, എത്ര ടെൻഷനില്ല എന്ന് പറയുന്ന ആളുകളാണെങ്കിലും അവർ ചിന്തിക്കുന്നത് എന്താ എനിക്ക് ടെൻഷൻ ഇല്ലാത്തത്, ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അല്ലേ, എത്ര വലിയ സമ്പന്നനാണ്, ഇപ്പോൾ വലിയൊരു കച്ചവടക്കാരനാണ്, അയാൾക്ക് ടെൻഷൻ ഉണ്ടെന്ത്, ഈ കച്ചവടം എപ്പോഴെങ്കിലും നിന്ന് പോകുമോ, അല്ലെങ്കിൽ ഈ കച്ചവടത്തിന് നഷ്ടം സംഭവിക്കുമോ, അതൊരു ടെൻഷനാണ്. പുറമേ കാണിക്കുന്നില്ല എന്നുള്ളൂ. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സാധുക്കളായ ഫക്കീറന്മാരെ സംബന്ധിച്ചിടത്തോളം, മിസ്കീന്മാരെ കൊള്ള നോക്കുമ്പോൾ എന്ത് ചെയ്യാണ്, അയാൾക്ക് റാഹത്തുള്ള ജീവിതമുണ്ട്, പക്ഷേ കൽബിൽ ടെൻഷൻ ഉണ്ടാവും. ഇനി പൈസ ഇല്ലാത്തവരാണെങ്കിലോ പൈസ ഇല്ലാത്തതിന് ടെൻഷൻ ഉണ്ടാവും, ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലി ഇല്ലാത്തതിന് ടെൻഷൻ ഉണ്ടാവും, ജോലി ഉള്ളവരാണെങ്കിലോ ആ ഉള്ള ജോലി നഷ്ടപ്പെടുമോ എന്ന ടെൻഷൻ, അല്ലെങ്കിൽ ഉള്ള ജോലി പൂർത്തിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ടെൻഷനുകൾ ഉണ്ടാവും. ഇല്ലേ, മക്കളില്ലാത്തവർക്ക് മക്കളില്ല എന്നുള്ള ടെൻഷൻ ഉണ്ടാവും, മക്കളുള്ളവർക്ക് ആ മക്കളെ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ നോക്കും, അവർ വളർന്ന് വലുതാകുമ്പോൾ നമ്മളെ നോക്കുമോ ഇല്ലയോ, ഇത് വേറൊരു ടെൻഷൻ. അപ്പോൾ ടെൻഷൻ ഉണ്ടാകുക എന്നുള്ളത് മനുഷ്യ സ്വാഭാവികമാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത കൽബ്, നസി, എന്താണ്, ഒരു സലീമായ കൽബോട് കൂടി ജീവിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ കൽബൊക്കെ സോഫിയായ തെളിഞ്ഞ ഹൃദയമാക്കി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, മാമിൻ അബ്ദിൻ യഖൂലു ഹീന യുസ്ബിഹു സലാസൻ, ഒരടിമയും എല്ലാ ദിവസവും, എല്ലാ സുബഹിക്കും 3 തവണ ഇത് ചൊല്ലുന്ന ഒരടിമയുമില്ല. ഏതാണ് ആ ദിക്ർ? ആദ്യം പറഞ്ഞുതരാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. നമുക്കൊക്കെ അറിയുന്നൊരു ദിക്റാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അറിയില്ലേ? അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഈ ഒരു ദിക്ർ ചൊല്ലുന്ന ഒരു അടിമയുമില്ല. ഇല്ലാ സ്വറഫല്ലാഹു അൻഹു 70 നൗഅൻ മിനൽ ബലാഇ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയിൽ നിന്നും 70ഓളം വരുന്ന ബലാഇനെ തട്ടി മാറ്റിയിട്ടല്ലാതെ ഇല്ല. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും 70ഓളം വരുന്ന ബലാ മുസീബാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടി മാറ്റി കൊടുക്കുമെന്ന് മഹാനവറുകൾ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് തന്നെ ചേർത്ത് പറയുന്നു, അതിനാഹ അൽ ഹമ്മു, ആ ബലാഉകളുടെ കൂട്ടത്തിൽ, ആ ഇടങ്ങേറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ലോലമായത്, ഏറ്റവും ചെറുത്, ഏറ്റവും താഴെ തട്ടിലുള്ളത് അൽ ഹമ്മു, മനപ്രയാസമാണ്, ടെൻഷനാണ് എന്ന് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി കാണാം. നമുക്ക് അപ്പോൾ വലിയ, ഇതിനേക്കാൾ വലിയ 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 പ്രയാസങ്ങളൊക്കെ തട്ടിമാറാൻ ദിവസവും രാവിലെ സുബഹിക്ക് ശേഷം, നമ്മൾ നിസ്കരിച്ചതിന് ശേഷം, നിസ്കാരം ഇല്ലാത്തവരാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യുക, ആ സുബഹയുടെ സമയത്തെ പരിഗണിച്ചുകൊണ്ട് പ്രഭാതത്തിൽ 3 തവണ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി, ഈ
ഈ ഒരു ദിക്ർ പഠിച്ചു വെച്ചോളൂ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ എല്ലാ ബലാകളും തട്ടിമാറ്റി തരും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഇടങ്ങേറുകളൊക്കെ നീക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. കടബാധ്യതകൾ തീർത്തരട്ടെ. ടെൻഷനുകൾ അള്ളാഹു നീക്കിത്തരട്ടെ. വിവാഹം അള്ളാഹു എത്രയും പെട്ടെന്ന് ഹൈറായ രൂപത്തിൽ ഇണകളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടതാണ് ഉസ്താദെ, കടബാധ്യത കൊണ്ട് ഒരു നിക്കക്കളിയില്ല, ജോലിയില്ലാത്ത വിഷമം പറഞ്ഞ ആളുകൾ, വിവാഹം ശരിയാകാത്ത ആളുകൾ, മക്കളില്ലാത്ത ആളുകൾ, ഉള്ള മക്കളെ കൊണ്ട് ടെൻഷൻ അടിക്കുന്ന ആളുകൾ, എത്രയോ ആളുകൾ അങ്ങനെ പറഞ്ഞവരുണ്ട്. ഉള്ള മക്കളെ കൊണ്ട് ഒരു സ്വൈര്യമില്ല എന്ന്, ഒരിടങ്ങേറ് പിടിച്ച ജീവിതം, മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല വല്ലാത്ത ടെററായി പെരുമാറുന്നു എന്നൊക്കെ പല ഉമ്മമാരും സഹോദരന്മാരും പരാതി പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹു എല്ലാവർക്കും റാഹത്തും സന്തോഷവും നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ ലി ഖലാ ഇൽ ഹാജത്ത്, ഇനി നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ളൊരു മാർഗ്ഗം കൂടി ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഈ ദിക്റുകൾ, ഒരു 7 ദിക്റുകളുണ്ട്. ഈ 7 ദിക്റുകൾ ഓരോ ദിവസവും ഓരോ ദിക്റുകൾ നിശ്ചിത എണ്ണം ചൊല്ലിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യങ്ങൾ ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിച്ച് കിട്ടാൻ പറ്റിയ അത്ഭുതപ്പെടുത്തുന്നൊരു മാർഗ്ഗം ഇൻഷാ അല്ലാഹ്. ഇനി മറ്റെന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്തു തരേണ്ടവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വാട്സപ്പിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഈ കോളിൽ നമ്മുടെ വിളിക്കാൻ പറ്റുന്ന, കോൾ ചെയ്യാൻ കഴിയുന്ന ഈ കോളിൽ ബന്ധപ്പെടുകയോ ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. പരിഹാരം നമ്മളെ കൊണ്ട് അറിയുന്നത് ഇൻഷാ അല്ലാഹ് ചെയ്തു തരാം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്താണ് ഖലാഉൽ ഹാജത്തിനുള്ളത്? അന്നമൻ ഖറാ ഹാദിഹിൽ അദ്കാർ, ഈ പറയാൻ പോകുന്ന ദിക്റുകൾ, ഈ ശേഷം പറയാൻ പോകുന്ന ദിക്റുകൾ ആരെങ്കിലും ഒരാൾ ചൊല്ലി കുല്ലയൗമിൻ, എല്ലാ ദിവസവും, ഇനി പറയുന്ന എല്ലാ ദിവസവും അൽഫ മറത്തിൻ, എത്ര തവണ ചൊല്ലേണ്ടത്? 1000 തവണ വീതം ചൊല്ലണം. ചൊല്ലാൻ മെനക്കെടുന്ന ആളുകൾ 1000 തവണ വീതം ഒറ്റയടിക്ക് ചൊല്ലണമെന്നില്ല. ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് അതിന് സമയം കണ്ടെത്തിയിട്ട് പല തവണകളായിട്ട് ചൊല്ലി തീർത്താൽ മതി. 1000 തവണ ചൊല്ലി ഈ മുദ്ദത്തി ഉസ്ബുഇൻ, ഏത് കാലം, ഒരാഴ്ചക്കാലം ഇടമുറിയാതെ ഒരാഴ്ചക്കാലം. ഇപ്പോൾ ഇന്ന് തുടങ്ങിയാൽ, ഇന്ന് ശനിയാഴ്ച ആണെങ്കിൽ ഇന്ന് തുടങ്ങിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ, ആ വരുന്ന വെള്ളിയാഴ്ച വരെ എന്ത് ചെയ്യണം, അത് കണ്ടിന്യൂ ആയിട്ട് ചൊല്ലണം. അങ്ങനെ ആരെങ്കിലും ചൊല്ലിയാൽ എന്താണ് ചൊല്ലേണ്ടത്? അസ്സബ്ത് യൗം, അതായത് ശനിയാഴ്ച ദിവസം ചൊല്ലണം യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ ചൊല്ലണം. അതുപോലെ തന്നെ അൽ അഹദ്, ഞായറാഴ്ച ദിവസം ചൊല്ലണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അറിയുന്ന ആയത്താണ് അത്, എത്ര വേണം? 1000 തവണ ചൊല്ലണം. അത് അൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസം ചൊല്ലണം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ എന്ന ദിക്ർ 1000 തവണ ചൊല്ലണം. അസ്സലാസ, എപ്പോൾ? ചൊവ്വാഴ്ച ദിവസം ചൊല്ലണം യാ അല്ലാഹു യാ റഹ്മാൻ, യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്ർ 1000 തവണ ചൊല്ലണം. അൽ അർബിഅ, ബുധനാഴ്ച ദിവസം ചൊല്ലണം ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്ർ 1000 തവണ ചൊല്ലണം. അൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസം ചൊല്ലണം യാ ഗഫൂറു യാ റഹീം, യാ ഗഫൂറു യാ റഹീം എന്ന ദിക്ർ വ്യാഴാഴ്ച ദിവസം 1000 തവണ ചൊല്ലണം. അൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ചൊല്ലണം യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ വെള്ളിയാഴ്ച ദിവസം ചൊല്ലണം. അൽഹംദുലില്ലാഹ്, ചെറിയൊരു മഴ ചാറുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്, റഹ്മത്താണ് മഴ എന്നുള്ളത്, അല്ലേ? അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ദിക്റുകൾ ഒരാഴ്ചക്കാലം നമ്മൾ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം എന്താണോ അത് റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഇത് പൂർത്തിയാക്കിയിട്ട് റബ്ബിനോട് നമ്മുടെ ആവശ്യം ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യം നിറവേറ്റി തരുന്നതാണ്. അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകുമാറാട്ടെ. നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒക്കെ ദിക്റുകളാണ് നമ്മൾ കൂടുതലും പറയുന്നത് ഇൻഷാ അല്ലാഹ്. മഹാന്മാർ വിശദീകരിച്ച് തരാണ് അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ, അത് ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ ആളുകൾ, ഒരുപാട് ആളുകൾ, പരാതികൾ പറഞ്ഞവർ, പ്രശ്നങ്ങൾ പറഞ്ഞവർ, പരിഹാരം തേടിയവർ, അള്ളാഹു എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.